ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ചെറി വന്നിക്കണ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വിടാമല്ലേ. വേഗം ബിരിയാണി ഉണ്ടാക്കാം. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ ഒരുങ്ങി. ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ വേറെ വിട്ടിക്കണ്. ഇങ്ങനെ ഒന്നിച്ചിട്ടിട്ടുണ്ടാക്കുന്ന ബിരിയാണിയാണ്. ബീഫും മസാലയൊക്കെ ഒന്നിച്ചിട്ട് ഇളക്കണ ബിരിയാണി. അതാണ് ഇപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് തോന്നുന്നത്. ചോറിന് മസാലയൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി ഉണ്ടാക്കി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബീഫുണ്ട്. കുറച്ച് ചിക്കനും കൊടുന്ന് ബിരിയാണി ഉണ്ടാക്കി. കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കാം. മസാലയൊക്കെ കൂട്ടി കുറച്ച് കോൺഫ്ലവർ പൊടിയൊക്കെ ഇട്ട് ഇനി നമുക്ക് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയ്ക്ക് ഓരോന്ന് പൊറുക്കിടാം. അങ്ങനെ അത് ഫ്രൈ ആട്ടെ. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ബീഫുണ്ട്. അത് കുറച്ച് മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വിസിലടുപ്പിക്കാം. അങ്ങനെ ചിക്കൻ ഫ്രൈ എല്ലാം ഫ്രൈ ആയി. ഇനി ബീഫും വിസിലടിച്ചു. അങ്ങനെ ബിരിയാണി റെഡിയായി. അപ്പോൾ ബീഫ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ തേങ്ങാക്കൊത്തിട്ട് കറിവേപ്പില ഇട്ടു. പിന്നെ കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക് ഒന്ന് വാടി വരട്ടെ. തേങ്ങാക്കൊത്ത് നല്ലോണം ഫ്രൈ ആയി. കുറച്ച് ചതവുകളിട്ടു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്. ഇങ്ങനെ തേങ്ങാക്കൊത്തിട്ട് പച്ചമുളക് ഇട്ടിഞ്ഞ് നമുക്ക് വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബീഫ് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളി സോസ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു മധുരം വരണം ബീഫിന്. ടേസ്റ്റ് ഉണ്ടാക്കട്ടെ. ശരിയായോ നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ബീഫ് റെഡിയായി. ഇങ്ങനെ ചോറെടുത്ത് വെച്ചു. നമുക്ക് ചോറ് കഴിക്കാം. എല്ലാവർക്കും ഇരുന്ന് കഴിക്കാം. തറവാട്ടത്തെ 2 മക്കളും വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് തൈരുണ്ടാക്കിയ സമയം കുക്കമ്പറും ക്യാരറ്റും വല്യുള്ളിയും ഇട്ടിട്ട് കുറച്ച് വത്തക്കയും വെട്ടി അങ്ങനെ ചോറെടുത്ത് വെച്ച് നമ്മൾ ചോറ് കഴിക്കാനിരുന്നു. ചെറിയ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ആദ്യം പ്ലേറ്റ് കഴിച്ചു. പിന്നെ പ്ലേറ്റും കൂടി കൊടുന്നു കൊടുത്തു. ഇത് വലിയ ഇളച്ചൻ്റെ ചെറിയ മോളും പേരക്കുട്ടിയും ഓരും വന്നിട്ടുണ്ട്. കഴിച്ചവരൊക്കെ പറഞ്ഞു ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ട്, ബിരിയാണി നല്ല ഉഷാറായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബിരിയാണി കഴിച്ചു. അസ്സലാമു അലൈക്കും. അങ്ങനെ കഴിച്ച് പിന്നെ ഒരു പോയി. അവൾക്ക് നാളെ ക്ലാസ് ഉണ്ട് പറഞ്ഞ്. ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയത്. എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. ഇനി പെട്ടെന്ന് ഉണ്ടാക്കി. എനിക്കാണെങ്കിൽ പനിയും ചുമയും ജലദോഷമാണ്. സപ്പോർട്ട് ചെയ്യണേ. ഫുള്ള് വീഡിയോ കാണണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അങ്ങനെ ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് പോയി.